എവ്രിവൺ, അപ്പോൾ നമ്മുടെ CUT PG 2024 അപ്ലിക്കേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. സോ എല്ലാവരും അത് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ, അതായത് ഏതൊക്കെ ഡേറ്റ് നമ്മൾ സ്ട്രെസ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ. കുറച്ച് വ്യത്യാസം വന്നിട്ടാണ് ഈ വർഷം നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്. അതെന്തൊക്കെ അപ്ഡേറ്റുകളാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇനിയുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെ അതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ അപ്ലിക്കേഷൻ ഡേറ്റ്സുകളാണ്. അതായത് എന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാണ് കഴിയുന്നത്, അതേപോലെ തന്നെ നമ്മുടെ എക്സാം എന്നാണ്, നമ്മുടെ ആൻസർ കീ ചലഞ്ച് എന്നാണ്. ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കേണ്ടതാണ്. സോ അതാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതായത് 26 ഡിസംബർ മുതൽ അത് സ്റ്റാർട്ടായി. അത് എൻഡ് ചെയ്യാൻ നിൽക്കുന്നത് 24 ജനുവരിയിലാണ്. സോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേറ്റ് വരെ വെറുതെ കാത്തു നിൽക്കരുത്, അതിന് മുന്നേ തന്നെ അപ്ലിക്കേഷൻ കൊടുത്ത് തുടങ്ങുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് 25 ജനുവരി വരെയും നിങ്ങൾക്ക് കൊടുക്കാവുന്ന, അതായത് 25/11/50 വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള ടൈം ഉണ്ട് കേട്ടോ. സോ അതിന് മുന്നേ തന്നെ, അതായത് അത്രയും വരെ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, അതിന് മുന്നേ തന്നെ അപ്ലിക്കേഷൻസ് ഒക്കെ സെറ്റാക്കി വെക്കുക. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ എക്സാം കൃത്യമാണ്, യാതൊരു വ്യത്യാസവും ഇല്ലാതെ 11th മാർച്ച് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഇടയിലായിരിക്കും നമ്മളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ എക്സാം വരാൻ പോകുന്നത്. സോ 28 മാർച്ച് വരെയാണ് എക്സാം നടക്കുന്നത്. ഇനി നമ്മുടെ ആൻസർ കീ ചലഞ്ച് വന്നത് കൃത്യം April 4th. സോ ആ ഒരു ആൻസർ കീ ചലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ ഏപ്രിൽ എൻഡ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ആ ഒരു റിസൾട്ടും വരുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ എക്സാമും എല്ലാം ഇതാ മുന്നിൽ നിൽക്കുന്ന മാതിരിയാണ്. അതായത് നമുക്കിനി കൂടുതൽ എക്സ്ട്രാ ലാവിഷ് ആക്കാൻ സമയമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. അതായത് മെയിൻ ഈ വർഷം 2023 കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല ഡിഫറൻസ് ആണ് 24 എക്സാമിലേക്ക് വരാൻ പോകുന്നത്. സോ അതാണ് ഇന്നത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. സോ അതിലേക്ക് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡ്യൂറേഷൻ ആകെ മാറിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ 24 എക്സാം നടക്കാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് കൃത്യം 1 മണിക്കൂറും 45 മിനിറ്റും മാത്രമുള്ള എക്സാം ആയിരിക്കും. ഇതല്ല മെയിൻ അജണ്ട, അല്ലെങ്കിൽ ഇതല്ല മെയിൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് നമ്മൾ CUT എന്ന് പറയുന്ന സമയത്ത് നമ്മളെ മനസ്സിലുണ്ടാവും പാർട്ട് എ, പാർട്ട് ബി, ഈ രണ്ട് പാർട്ട്, അതായത് 25 ക്വസ്റ്റ്യൻസ് പാർട്ട് എ, 75 ക്വസ്റ്റ്യൻസ് പാർട്ട് ബി എന്നുള്ളതായിരിക്കും. പക്ഷേ എല്ലാം തീർന്നു. പാർട്ട് എ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനേ ഇനി നമ്മളെ മുന്നിലില്ല. പ്യുവർലി സബ്ജക്റ്റ് ആണ്. അതായത് നിങ്ങൾ ഇനി കഷ്ടപ്പെട്ട് ഇംഗ്ലീഷോ അതേപോലെ തന്നെ മാത്തമെറ്റിക്സോ ഒന്നും പഠിക്കേണ്ട. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ BSc, അതായത് ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, മാത്തമെറ്റിക്സ് ആണോ, അത് നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ചു പോകാന്നുള്ളതാണ്. മേ ബി ചിലർക്കിത് എന്താ പറയുക, അനുഗ്രഹമായിരിക്കാം, ചിലർക്കിത് ദോഷമായിരിക്കാം. കാരണം നമ്മൾ അഥവാ 75 ക്വസ്റ്റ്യൻസിൽ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മാർക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഒരു 25 ബാക്കി മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ചിലർക്ക് ഉണ്ടാവും. എന്നാൽ ചിലർക്ക് പാർട്ട് എ വേണ്ടായിരുന്നു, ഭയങ്കര കഷ്ടപ്പാടാണ് എന്നുള്ള ഫീലിംഗ് ആയിരിക്കും. എന്ത് തന്നെയായാലും പാർട്ട് എ കംപ്ലീറ്റ്ലി പോയിരിക്കുകയാണ്. സോ ഇനി നമുക്ക് നമ്മുടെ പഠിത്തം നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏതാണോ കോർ സബ്ജക്റ്റ് അത് ഏറ്റവും അടിപൊളിയാക്കുക. കാരണം 75 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. ആ 75 നിങ്ങളുടെ സബ്ജക്റ്റ് ആണ്. അതിലെങ്ങനെ നിങ്ങൾ സ്കോർ ചെയ്യുന്നു, ആ സ്കോറിങ്ങിലായിരിക്കും നിങ്ങളുടെ റാങ്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി അങ്ങനെ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഇവിടെ അതായത് 75 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കമ്പൽസറി ആണ്. അതായത് 75 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻസ് എന്ന് വെച്ചിട്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് മാർക്ക് വാങ്ങിപ്പിക്കണം എന്നല്ല. അതായത് 75 വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ മാർക്കിംഗ് സ്കീം പഴയതുപോലെ തന്നെ, അതായത് ഒരു ക്വസ്റ്റിന് 4 മാർക്ക് എന്നുള്ള രീതിയിലാണ്. സോ 75 × 4 എന്ന് പറയുന്ന സമയത്ത് ടോട്ടൽ നിങ്ങളുടെ മാർക്ക് വരാൻ പോകുന്നത് 300-ലായിരിക്കും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നെഗറ്റീവ് മാർക്സ് ഉണ്ട്. നെഗറ്റീവ് മാർക്കൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് -1 മാർക്കും പോകുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. സോ ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മാറ്റണം. ഇനി നിങ്ങൾ പ്യുവർലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പാർട്ട് ബി, അതായത് പ്യുവർ കോർ സബ്ജക്റ്റിലേക്ക് മാത്രമായിരിക്കണം കേട്ടോ. പിന്നെ അടുത്തത് സിലബസ് നോക്കുകയാണെങ്കിൽ, സിലബസിന് യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. നിങ്ങൾക്ക് പണ്ട് എന്താണോ സിലബസ് ഉള്ളത്, സെയിം സിലബസ് ആണ് ഇപ്പോഴും ഉള്ളത്. സോ ആ ഒരു സിലബസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു കോർ സബ്ജക്റ്റിൻ്റെ സിലബസ് നോക്കി അത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന ഏരിയ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു എക്സാം ഏറ്റവും വൃത്തിക്ക് എഴുതി നല്ല സ്കോർ വാങ്ങി ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി തന്നെ എത്തിക്കേണ്ടതാണ്. സോ ഇതാണ് മെയിൻ അപ്ഡേറ്റുകൾ, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ താങ്ക് യു.